ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ബീഫ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ബീഫ് ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള എല്ലില്ലാത്ത മീറ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിനേക്ക് വേണ്ട ഒരു മസാല പെട്ടെന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ജിഞ്ചർ പേസ്റ്റ്, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ഗരം മസാല, ചില്ലി ഫ്ലെക്സ്, കോൺഫ്ലോർ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ബീഫ് വേവിച്ച ആ സ്റ്റോക്ക് ഉപയോഗിച്ച് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീറ്റ് വേവുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ ഇതിന്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. മസാലയെല്ലാം റെഡിയാക്കി വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വെന്ത ബീഫ് അത്യാവശ്യം ഈ ഒരു ഷേപ്പിൽ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്ത ബീഫിനെ ആ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെന്തു പോവരുത് ബീഫ്. മസാലയിലിട്ട് ഇളക്കുമ്പോൾ മുറിഞ്ഞു പോകാത്ത ഒരു പരുവത്തിന് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഒരു ചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായോ നമുക്കൊന്ന് നോക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ബീഫ് ഇട്ട് കൊടുക്കാവൂ. ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കാൻ നിൽക്കല്ലേ. ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇളക്കാവൂ. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇതാണ് BDF, ബീഫ് ഡ്രൈ ഫ്രൈ. നോക്കിക്കേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ട്രിപ്പ് കൂടി ഉണ്ട് എനിക്ക്. അതിനൂടെ ഒന്ന് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് പെട്ടെന്ന് ഒന്ന് വറുത്തെടുക്കാം. BDFിലേക്ക് ഈ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു ഭംഗിയില്ലേ അല്ലേ? അപ്പോൾ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ടേസ്റ്റി BDF റെഡി ആയിട്ടുണ്ട്.